ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇത് നമുക്ക് സ്വീറ്റായിട്ടും സെർവ് ചെയ്യാം, അതല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടും സെർവ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 1/4 ഗ്ലാസ് പാൽ ഒഴിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു 3 സ്ലൈസ് ബ്രെഡ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അതിലേക്കുള്ളൊരു മെഷർമെൻ്റാണ് കേട്ടോ കാണിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു 3 പിഞ്ച് ആഡ് ചെയ്താൽ മതിയാവും. ഇനി ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് പകരം റോസ് വാട്ടർ അതല്ലെങ്കിൽ വാനില എസൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒന്നും ആഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതിലേക്കുള്ള അടുത്ത ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ 3 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാ സ്ലൈസ് ബ്രെഡിൻ്റെയും ആ ഒരു ബ്രൗൺ പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഓരോ സ്ലൈസ് ബ്രെഡും ഇതുപോലെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഒരു സ്ലൈസ് ബ്രെഡിൽ നിന്ന് അങ്ങനെ 2 പീസ് കിട്ടും. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം ഇതുപോലെയുള്ള ക്രീം ചീസിൻ്റെ ക്യൂബ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ചീസ് ക്യൂബ്സ് തന്നെ എടുക്കുക. എന്നിട്ട് അത് ഓരോ ക്യൂബ്സും 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ബ്രെഡും ഈ ഒരു ക്രീം ചീസും കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഓരോ പീസ് ബ്രെഡ് എടുക്കുക. അത് ജസ്റ്റ് ഈ പാലിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഡിപ്പ് ചെയ്തെടുത്ത ബ്രെഡ് ഇതുപോലെ കൈവെള്ളി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അധികമായിട്ടുള്ള പാലൊന്ന് സ്ക്യൂസ് ഔട്ട് ചെയ്ത് കളയുക. എന്നതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചീസ് ക്യൂബിൻ്റെ പീസ് ബ്രെഡിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. ഇത് കവർ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒട്ടും ചീസിനെ പുറത്തേക്ക് കാണരുത്. നമ്മളിത് ലാസ്റ്റ് ഓയിലിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചീസ് പുറത്ത് വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചീസിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒട്ടും പുറത്തേക്ക് കാണാത്ത രൂപത്തിൽ നമ്മൾ ഈ ബ്രെഡ് വെച്ചിട്ടൊന്ന് ബോൾ ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കെയർ ചെയ്താൽ മതിയാവും. ഇപ്പോൾ ഇവിടെ നല്ല നീറ്റായിട്ട് നമ്മളത് ബോൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ബാക്കിയുള്ള സ്ലൈസ് ബ്രെഡ് വെച്ചിട്ടും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ബ്രെഡും ചീസും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. വെറും 3 മിനിറ്റ് മതി ഇതൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ കസിൻ ബ്രദർ അഫ്സൽക്കാണ്. അപ്പോൾ അഫ്സൽക്ക താങ്ക്സ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബോൾസാക്കി എടുക്കുമ്പോൾ മാത്രമാണ് ഒന്ന് കെയർ ചെയ്യേണ്ടത്. ഇതുപോലെ നീറ്റായിട്ട് ചീസിനെ കവർ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ചൂടായ ഓയിലിടുമ്പോൾ ഈ ഒരു ചീസ് പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് ഊസ് ഔട്ട് ചെയ്ത് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള ബ്രെഡ് പീസസ് വെച്ചിട്ട് എല്ലാം നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. റെഡിയാക്കി എടുത്ത ഈ ഒരു ബോൾസ് ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു 2 to 3 ഡേയ്സ് ഫ്രീസ് ചെയ്ത് കീപ്പ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഫ്രൈ ചെയ്യുന്നതിൻ്റെ 2 മിനിറ്റ് മുമ്പ് പുറത്തെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഡീപ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഗീയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് മാത്രമാണ് ഗീ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വെറും ഓയിലിൽ മാത്രമായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസായിട്ട് നമുക്ക് ഈ ഒരു ഓയിലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ബോൾസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓയിലിൻ്റെ ചൂട് ഒരു മീഡിയം ചൂടായിരിക്കണം. ഒരുപാട് ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കരുത്. പെട്ടെന്ന് തന്നെ ഇത് ഡാർക്കായിട്ട് വരും. അതോടൊപ്പം തന്നെ തീരെ ചൂട് കുറയും ചെയ്യരുത്. അപ്പോൾ ഇത് പെട്ടെന്ന് എണ്ണ കുടിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഫ്ലെയിമും മീഡിയം ടു ലോ ആക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടെ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. എന്നാലാണ് എല്ലാ സൈഡിലേക്കും ഈവൺ ആയിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇത് ഒരുപാട് ഡാർക്കായിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇവിടെ ഇപ്പോൾ ഈ ഒരു ബ്രെഡ് ചീസ് ബോൾ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് സെർവ് ചെയ്യണ ആ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് സെർവ് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഡേറ്റ് സിറപ്പ് ഒഴിക്കുക. എന്നിട്ട് ആ ഒരു സിറപ്പിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം ഈ ഒരു ബോൾസ് കഴിക്കാനായിട്ട്. ഈ ഒരു ഡേറ്റ് സിറപ്പിൻ്റെ സ്വീറ്റ്നെസ്സാണ് ഈ ഒരു ചീസ് ബോളിന് കിട്ടുക. ഇനി നിങ്ങൾക്ക് ഡേറ്റ് സിറപ്പിന് പകരം ഹണി, ചോക്ലേറ്റ് സോസ് ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ഈ ബോൾസ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഈ ഒരു സ്വീറ്റ് ചീസ് ബോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഞങ്ങളെ കമൻസിലൂടെ അറിയിക്കുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഇനാബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീണ്ടും നല്ല റെസിപ്പീസായിട്ട് കാണുന്നവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.